നമസ്കാരം. ഏവർക്കും PSC ചലഞ്ചറിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ഭാഗത്ത് നമ്മൾ സൈബർ നിയമങ്ങളെ കുറിച്ച് പഠിച്ചു തുടങ്ങിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള സൈബർ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള കാര്യങ്ങൾ. കൃത്യമായി മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഓരോ പരീക്ഷയ്ക്കും ഈ ഭാഗത്ത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ IT-യിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ട് എല്ലാ മത്സര പരീക്ഷകൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. മുൻപുള്ള ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ആ ക്ലാസ്സുകൾ കൂടി പഠിക്കുക. അതേപോലെ പുതുതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന പ്രയാണം എന്ന കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യാണ്. 75 days ബാച്ച് കോഴ്സ് ഫോർ റിസർച്ച് ഓഫീസർ എക്സാം. റിസർച്ച് ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു 75 ദിവസത്തെ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അൺഅക്കാഡമിയിലെ ടോപ്പ് 4 എഡ്യൂക്കേറ്റേഴ്സ് സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും 75 ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, കറണ്ട് അഫേഴ്സ്, GK, കേരള റിനൈസൻസ്, ഇങ്ങനെ ഈ ഒരു എക്സാമിൻ്റെ സിലബസിൽ വരുന്ന മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ റിസർച്ച് ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രിപ്പറേഷൻ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. അപ്പോൾ ചേർന്ന് പഠിക്കുന്നവർ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ചേർന്ന് പഠിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, ഇപ്പൊ ഈ സൈബർ ക്രൈം അല്ലെങ്കിൽ സൈബർ നിയമങ്ങൾ നമുക്കറിയാം. എല്ലാ രാജ്യങ്ങളും അവരുടെ പീനൽ കോഡ് അല്ലെങ്കിൽ നിയമവ്യവസ്ഥകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ ഇന്ത്യയുടെ കേസിലാണ് നമുക്കറിയാം, സ്ഥിരമായി പരീക്ഷയിൽ ചോദിക്കുക, ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്ന 1860-ലാണ്. ഇപ്പൊ ഓരോ രാജ്യങ്ങൾക്ക് ഇതുപോലെ നിയമവ്യവസ്ഥയുണ്ട്. അതൊക്കെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് നിലവിൽ വന്നതാണ്. ഇപ്പൊ ഈ സൈബർ ലോകം എന്നൊരു കൺസെപ്റ്റ്, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള ഫെസിലിറ്റികളൊക്കെ ഒരു 10-50 വർഷങ്ങൾക്ക് ഉള്ളിലാണ് വളരെ വൈഡായി തുടങ്ങിയത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്രൈമുകളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇതൊന്നും ഒരു രാജ്യങ്ങളുടെയും നിയമവ്യവസ്ഥയുടെ ഭാഗമല്ല. അപ്പൊ ഈ സയൻസ് ആൻഡ് ടെക്നോളജി, പ്രത്യേകിച്ച് IT-യുമായിട്ട് ബന്ധപ്പെട്ട മേഖല എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഭരണഘടനയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഭേദഗതി ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും സ്വന്തം നിലയ്ക്ക് സൈബർ നിയമങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഭരണഘടനയുടെ ഭാഗമാക്കി വെച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളും സൈബർ നിയമങ്ങൾ കൊണ്ടുവന്നു. എക്സാക്ട് ഒരു എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ സൈബർ നിയമങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യ രാജ്യം എന്ന് ചോദിച്ചാൽ അമേരിക്ക ഓപ്ഷനകത്തിലുണ്ടെങ്കിൽ അത് ശരി ഉത്തരം എഴുതുക. ചിലിയും ബ്രിട്ടനും ഒക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ മുൻപ് ചോദിച്ചൊരു എക്സാമിനെ ബേസ് ചെയ്ത് ആൻസർ പറഞ്ഞാൽ അമേരിക്കയാണ്. സൈബർ നിയമങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യ രാജ്യം എന്ന് ചോദിച്ചാൽ ഓപ്ഷനകത്തിൽ അമേരിക്ക ഉണ്ടെങ്കിൽ അത് തന്നെ എഴുതുക. സൈബർ നിയമങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യ രാജ്യം ഏതാണ്? അമേരിക്ക. ദെൻ സ്ഥിരമായി ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സൈബർ നിയമങ്ങൾ കൊണ്ടുവന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? സിംഗപ്പൂർ. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സൈബർ നിയമങ്ങൾ പാസാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. അപ്പോൾ ഇന്ത്യയിലും സൈബർ നിയമങ്ങൾ പാസ്സാക്കണം എന്നൊരു ആശയം വന്നു. കാരണം ഇന്ത്യ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അത്യാവശ്യം നല്ല ഡെവലപ്മെന്റ് ഉള്ള ഒരു രാജ്യമാണ്. ഇന്ത്യ ഈ ഒരു നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി മാതൃകയായിട്ട് എടുത്തത് യുണൈറ്റഡ് നേഷൻ 1996-ൽ മോഡൽ ലോ ഓൺ ഇ കൊമേഴ്സ് എന്നൊരു നിയമം പാസ്സാക്കിയിരുന്നു. 96-ൽ, പിന്നീട് 97 നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇതല്ലാതെ UN-നുമായിട്ട് റിലേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. UN മോഡൽ ലോ ഓൺ ഇ കൊമേഴ്സ്, UN മോഡൽ ലോ ഓൺ ഇ കൊമേഴ്സ്, ഇലക്ട്രോണിക് കൊമേഴ്സ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? 1996-ലാണ്. UN മോഡൽ ലോ ഓൺ ഇ കൊമേഴ്സ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? 1996, 1996-ലാണ് UN മോഡൽ ലോ ഓൺ ഇ കൊമേഴ്സ് പാസ്സാക്കുന്നത്. യുണൈറ്റഡ് നേഷൻ മോഡൽ ലോ ഓൺ ഇ കൊമേഴ്സ് പാസ്സാക്കി. ഈ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയിലെ സൈബർ നിയമങ്ങൾ വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഇന്ത്യയിലെ IT ആക്ട് ഏത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? UN മോഡൽ ലോ ഓൺ ഇ കൊമേഴ്സ് ഇൻ 1996. ദെൻ പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കാനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ IT ആക്ട് പാസ്സാക്കിയ വർഷം 2000 ജൂൺ 9. എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ IT ആക്ട് പാസ്സാക്കിയ വർഷം എന്ന് ചോദിച്ചാൽ ഏതാണ്? 2000 ജൂൺ 9-നാണ് ഇന്ത്യയിലെ IT ആക്ട് പാസ്സാക്കുന്നത്. പഠിക്കുക, സിമ്പിൾ ആണ്. ഇന്ത്യയിലെ IT ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? 2000 ജൂൺ 9.
ശേഷം 2000 ഒക്ടോബർ 17 അത് നിലവിൽ വരികയും ചെയ്തു. ഒരുപാട് തവണ ചോദിച്ച സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇന്ത്യയിലെ IT ആക്ട് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ഏത് വർഷമാണ്? 2000 ഒക്ടോബർ 17. അപ്പോൾ ഇന്ത്യയിലെ IT ആക്ട് പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ 2000 ജൂൺ 9. ഇന്ത്യയിലെ IT ആക്ട് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 2000 ഒക്ടോബർ 17. ദെൻ ചോദിക്കാനുള്ള രണ്ട് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇന്ത്യയിലെ IT ആക്ടിൽ സൈൻ ചെയ്ത രാഷ്ട്രപതി ആര്? KR നാരായണനാണ്. ഇന്ത്യയിലെ IT ആക്ട് നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാലാണ് KR നാരായണനാണ്. അതേപോലെ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. പ്രധാനമന്ത്രി AB വാജ്പേയി. അപ്പൊ ശ്രദ്ധിച്ചോണം, സൈബർ നിയമങ്ങളെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മുൻപ് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ അതിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, റെസിഡ്യൂറി പവേഴ്സ്, അവശിഷ്ട അധികാരങ്ങൾ. ശരി ഉത്തരം അവശിഷ്ട അധികാരങ്ങളാണ്. ആർട്ടിക്കിൾ 248. നമുക്കറിയാം ലിസ്റ്റുകൾ ഏതിലാണ്? ആർട്ടിക്കിൾ 246 അവശിഷ്ട അധികാരങ്ങൾ, റെസിഡ്യൂറി പവേഴ്സ് ഏത് ആർട്ടിക്കിളാണ്? 248. അപ്പൊ ശ്രദ്ധിച്ചോണം, സൈബർ നിയമങ്ങളെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു? അവശിഷ്ട അധികാരങ്ങൾ എന്ന ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് പഠിച്ചോണം. അപ്പോൾ സൈബർ നിയമം എന്ന് പറയുമ്പോൾ ഇതൊരു നിയമ പുസ്തകമാണ്. 2000 നിലവിൽ വരുമ്പോൾ ഇതൊരു നിയമ പുസ്തകമാണ്. നമ്മൾ ഈ പുസ്തകം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ സ്കൂൾ പുസ്തകം തുറക്കത്തില്ലേ, പാഠം 1, പാഠം 2 എന്ന് പറഞ്ഞ് അങ്ങനെ പോകത്തില്ലേ, അതുപോലെ 13 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ 13 ചാപ്റ്റേഴ്സിലായിട്ട് ചെറിയ ചെറിയ ഹെഡിങ്ങിൽ കുറെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിരുന്നു. അതിനെ നമ്മൾ സെക്ഷൻസ് എന്ന് വിളിക്കും. അങ്ങനെ 94 സെക്ഷൻസ് ഉണ്ടായിരുന്നു. എത്ര സെക്ഷൻസ് ഉണ്ടായിരുന്നു? 94 സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നിയമം നിലവിൽ വന്നപ്പോൾ 3-4 നിയമങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു. അതെല്ലാം കൊണ്ടുവന്ന് അവസാനം 4 പട്ടികകളാക്കി ഉൾപ്പെടുത്തി, 4 ഷെഡ്യൂൾസ്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഇന്ത്യയിലെ IT ആക്ട് നിലവിൽ വരുമ്പോൾ അതിൽ എത്ര ചാപ്റ്റേഴ്സ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 13 ചാപ്റ്റേഴ്സ്. ഇന്ത്യയിലെ IT ആക്ട് നിലവിൽ വരുമ്പോൾ അതിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? 13 ചാപ്റ്റേഴ്സ്. എത്ര സെക്ഷൻസ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 94 സെക്ഷൻസ്. എത്ര സെക്ഷൻസ് ആണ്? 94 സെക്ഷൻസ്. കിട്ടിയല്ലോ. എത്ര ഷെഡ്യൂൾസ് എന്ന് ചോദിച്ചത് എത്രയാണ്? 4 ഷെഡ്യൂൾസ്. അത്രയും ക്ലിയർ ആണല്ലോ. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഓർത്തു നോക്കിയേ, ലോകത്താദ്യമായി സൈബർ നിയമങ്ങൾ കൊണ്ടുവന്ന രാജ്യം ഏത് ചോദിച്ചതാണ്? അമേരിക്കയാണ്. സൈബർ നിയമങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യ ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചതാണ്? സിംഗപ്പൂരാണ്. ഇന്ത്യയിലെ IT ആക്ട് ഏത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി നിലവിൽ വന്നു? UN മോഡൽ ലോൺ ഇ-കൊമേഴ്സ്. ആ നിയമം പാസ്സാക്കിയ 96-ലും 97-ലും നിലവിൽ വരികയും ചെയ്തു. അത് കൃത്യമായി മനസ്സിലാക്കണം. ദെൻ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിലെ IT ആക്ട് പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ 2000 ജൂൺ 9. ഇന്ത്യയിലെ IT ആക്ട് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 2000 ഒക്ടോബർ 17. 2 കിട്ടിയല്ലോ. IT ആക്ടിൽ സൈൻ ചെയ്ത രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? KR നാരായണൻ. IT ആക്ട് നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? AB വാജ്പേയി. അതേപോലെ IT ആക്ട് നിലവിൽ വരുമ്പോൾ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? 13 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എത്ര സെക്ഷൻസ് ഉണ്ടായിരുന്നു? 94 സെക്ഷൻസ് ഉണ്ടായിരുന്നു. എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു? 4 ഷെഡ്യൂൾസ്. ഇനി കാണാതൊന്നും പഠിക്കരുത്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ സ്ഥാപിക്കുന്നത് 1955-ലാണ്. കൊൽക്കട്ടയിലാണ്. ഹെക് 2M എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ ആയിരുന്നു. ഹെക് 2M എന്ന് പറഞ്ഞു. 1955-ലാണ്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് വരുന്നത് 1995-ലാണ്. ന്യൂഡൽഹിയിലാണ്. അപ്പൊ ഇങ്ങനെ സൈബർ ലോകത്ത് നമ്മൾ 2000 വരെ എന്തൊക്കെ ഫെസിലിറ്റികൾ അനുഭവിച്ചോ അതിനെല്ലാം ഒരു ലീഗൽ ഡെഫിനിഷൻ വരുന്ന എന്തിലൂടെയാണ്? ഈ IT ആക്ടിലൂടെയാണ്. അപ്പൊ ഇപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇന്ത്യയിൽ കമ്പ്യൂട്ടർ യൂസേജിന് റെഗുലേഷൻ കൊണ്ടുവന്നത് ഏത് നിയമം എന്ന് ചോദിച്ചാൽ ഏതാണ്? IT ആക്ട് 2000 ആണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗത്തിന് റെഗുലേഷൻ കൊണ്ടുവന്ന നിയമം എന്ന് ചോദിച്ചാൽ ഏതാണ്? IT ആക്ട് 2000. അപ്പൊ കാണാൻ പഠിക്കരുത്, 2000 വരെ നമ്മൾ സൈബർ ലോകത്ത് എന്തൊക്കെ ഫെസിലിറ്റി അനുഭവിച്ചോ അതിനെല്ലാം ഒരു ലീഗൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ റെഗുലേഷൻ ഏതിലൂടെയാണ് വരുന്നത്? IT ആക്ട് 2000-ലൂടെയാണ്. 1-2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം, മുൻപ് ചോദിച്ചാണ്. ഒന്ന്, ഇന്ത്യയിൽ ഇന്റർനെറ്റ് യൂസേജിന് റെഗുലേഷൻ കൊണ്ടുവന്ന നിയമം ഏത്? IT ആക്ട് 2000. അതേപോലെ ഇന്ത്യയിൽ ഇ-കൊമേഴ്സിന്, ഇലക്ട്രോണിക് കൊമേഴ്സ്, ഇ-കൊമേഴ്സിന് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുത്ത നിയമം ഏത്? അതും IT ആക്ട് 2000 ആണ്. ഇങ്ങനെ നമ്മൾ 2000 വരെ സൈബർ ലോകത്ത് അനുഭവിച്ച എല്ലാ ഫെസിലിറ്റികൾക്കും ഒരു ലീഗൽ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ എന്തിലൂടെയാണ് വരുന്നത്? IT ആക്ടിലൂടെയാണ് വരുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ഈ IT ആക്ട് നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ 4 നിയമങ്ങൾ ഭേദഗതി ചെയ്തെന്ന് മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചു, താഴെ തന്നിരിക്കുന്നതിൽ IT ആക്ട് നിലവിൽ വരുമ്പോൾ ഭേദഗതി ചെയ്യാത്ത നിയമം എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ IT ആക്ട് നിലവിൽ വരുമ്പോൾ ഭേദഗതി ചെയ്ത നിയമങ്ങൾ: 1, ഇന്ത്യൻ പീനൽ കോഡ് 1860. ഒന്നാമത് ഭേദഗതി ചെയ്ത ഏതാണ്? 1860-ലെ ഇന്ത്യൻ പീനൽ കോഡാണ്. 2,
ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. എന്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872? 3 ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് 1891. ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് 1891. 4 റിസർവ് ബാങ്ക് ആക്ട് 1934. ഈ 4 നിയമങ്ങളാണ് ഭേദഗതി ചെയ്തത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. ഇന്ത്യയിലെ IT ആക്ട് നിലവിൽ വന്നപ്പോൾ ഭേദഗതി ചെയ്ത 4 നിയമങ്ങൾ ഏതൊക്കെയാണ്? 1 ഇന്ത്യൻ പീനൽ കോഡ് 1860. 2 ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. 3 ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് 1891. 4 റിസർവ് ബാങ്ക് ആക്ട് 1934. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, ഈ IT ആക്ട് നിലവിൽ വന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു സ്ഥാപനം ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു, സർട്ടിൻ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സർട്ടിനിന്റെ പൂർണ്ണ രൂപം എന്തെന്ന്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, TEAM. അപ്പൊ ശ്രദ്ധിച്ചോണം, സർട്ടിൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. 2004 സർട്ടിൻ സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, സർട്ടിൻ. ഓക്കെ, അപ്പോൾ സർട്ടിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ അണ്ടറിൽ വരുന്നതാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഒരു കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡന്റ് ഉണ്ടായാൽ അതിൽ ഇടപെടാൻ അധികാരമുള്ള നാഷണൽ നോഡൽ ഏജൻസി ഏതെന്ന്. സർട്ടിനാണ്. ശ്രദ്ധിച്ചോണം, കേന്ദ്ര സർക്കാരിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡന്റിൽ ഇടപെടാൻ അധികാരമുള്ള നാഷണൽ നോഡൽ ഏജൻസി ഏതാണ്? സർട്ടിനാണ്. 2004 സ്ഥാപിക്കപ്പെട്ടു. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അണ്ടറിൽ വരുന്നു. അതായത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും പ്രൊട്ടക്ഷൻ ഒക്കെ സർട്ടിന്റെ ഫംഗ്ഷൻ ആണ്. ശ്രദ്ധിച്ചോണം, നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പൊ തന്നെ ചൈനീസ് ആപ്ലിക്കേഷനൊക്കെ നിരോധിച്ചിരുന്നു, ടിക്ടോക്ക് അടക്കമുള്ള. അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള വെബ്സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകുന്ന സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ അത് സർട്ടിനാണ്. ശ്രദ്ധിച്ചോണം, വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുക. വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ എന്തെങ്കിലും സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വെബ്സൈറ്റോ മറ്റു പ്രശ്നങ്ങളുള്ള വെബ്സൈറ്റോ ആയിരിക്കും. അതുപോലെ മൊബൈൽ ആപ്പ് ആണെങ്കിലും അങ്ങനെയാണ്. അപ്പൊ ഇതിനൊക്കെ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം കൊടുക്കുന്ന സ്ഥാപനം എന്ന് ചോദിച്ചതാണ് സർട്ടിൻ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിൽ ഒരു കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡന്റ് ഉണ്ടായാൽ അതിൽ ഇടപെടാൻ അധികാരമുള്ള നാഷണൽ നോഡൽ ഏജൻസി ഏതാണ്? സർട്ടിൻ. എന്താണ് ഫുൾ ഫോം? ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. സർട്ടിൻ സ്ഥാപിച്ച ഏത് വർഷമാണ്? 2004. പഠിക്കുക, സർട്ടിൻ സ്ഥാപിച്ച വർഷം ഏതാണ്? 2004. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്. അതേപോലെ ഇന്ത്യയിൽ വെബ്സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ അധികാരമുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം കൊടുക്കുന്നത് സർട്ടിനാണ്. അതേപോലെ ക്യാറ്റ്, ഇപ്പൊ ഇത് നിലവിലില്ല എങ്കിൽ പോലും പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. സൈബർ അപ്പീലേറ്റ് ട്രിബ്യൂണൽ, കോടതി കൂടാതെ ട്രിബ്യൂണൽ ഉണ്ട്. ആദ്യമായിട്ടൊരു സൈബർ അപ്പീലേറ്റ് ട്രിബ്യൂണൽ സ്ഥാപിക്കുന്നത് ന്യൂഡൽഹിയിലായിരുന്നു 2006. ഇപ്പോൾ അത് ആക്റ്റീവ് അല്ല എങ്കിലും ആദ്യത്തെ സൈബർ അപ്പീലേറ്റ് ട്രിബ്യൂണൽ എവിടെ സ്ഥാപിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്, 2006. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ IT ആക്ടിനെ കുറിച്ച് ബേസ് ആയിട്ട് പഠിക്കേണ്ട കാര്യം. അപ്പൊ ഈ നിയമം നിലവിൽ വന്നത് 2000. അത്രയൊന്നും വൈഡായിട്ട് ഇന്ത്യയിൽ സൈബർ ലോകം വളരാത്തൊരു കാലഘട്ടമാണ്. അതിനുശേഷമാണ് സൈബർ ലോകത്ത് ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നത്. പുതിയ പുതിയ ടെക്നോളജികൾ വരും. അപ്പൊ ആ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് ഒക്കെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കാലം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ നിയമത്തിൽ ഒരു വലിയ ഭേദഗതി വരുത്തി. അതിനെ IT ആക്ട് 2008 എന്നോ അല്ലെങ്കിൽ IT അമെൻമെന്റ് ആക്ട് എന്നോ വിളിക്കാറുണ്ട്. കാരണം ഒരു വലിയ ഭേദഗതിയായിട്ട് ഇറ്റ്സെൽഫ് ഒരു ആക്ട് എന്ന് തന്നെ പറയാറുണ്ട്. നമ്മൾ വിളിക്കാറുണ്ടല്ലോ, എന്താണ്? അമെൻമെന്റ് 42നെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാറുണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് 42ാം ഭരണഘടനാ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കും. കാരണം ഏറ്റവും വലിയ ഭേദഗതിയാണത്. അതേപോലെ ഇതൊരു വലിയ ഭേദഗതി ആയതുകൊണ്ട് ഇതിനെ IT ആക്ട് എന്നോ അല്ലെങ്കിൽ IT അമെൻമെന്റ് ആക്ട് എന്നോ പറയാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോണം, IT അമെൻമെന്റ് ആക്ട് പാസ്സാക്കിയത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 2008 ഡിസംബർ 23. പഠിക്കുക, IT അമെൻമെന്റ് ആക്ട് ഏത് വർഷമാണ് പാസ്സാക്കിയത്? 2008 ഡിസംബർ 23. ശേഷം 2009 ഒക്ടോബർ 27 നിലവിൽ വന്നു. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇവിടെ ഒക്ടോബർ 17 നിലവിൽ വന്നത്. ഓപ്ഷൻ ആദ്യം എന്തും കയറ്റിയിടും, ഇവിടെ ഒക്ടോബർ 17 കയറ്റിയിടും. അപ്പോൾ IT അമെൻമെന്റ് ആക്ട് നിലവിൽ വന്ന ഏത് വർഷമാണ്? 2009 ഒക്ടോബർ 27. ഏത് വർഷമാണ്? 2009 ഒക്ടോബർ 27 നിലവിൽ വരുന്നത്. അപ്പോൾ ഈ നിയമത്തിൽ നിന്നും അതിന്റെ സ്ട്രക്ചറിൽ ചെറിയ ചേഞ്ചസ് വന്നു. ഇവിടെ 13 ചാപ്റ്റേഴ്സ് ഉള്ളത് ഇവിടെ 14 ചാപ്റ്റേഴ്സ് ആയിട്ട് മാറി. അപ്പോൾ IT അമെൻമെന്റ് ആക്ടിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. പുതിയതായിട്ട് 12A എന്നൊരു ചാപ്റ്റർ ആഡ് ചെയ്യപ്പെട്ടു. പുതിയതായിട്ട്
12A എന്നൊരു ചാപ്റ്റർ ആഡ് ചെയ്യപ്പെട്ടു. ഇനി ഇവിടെ 94 സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അത് 124 സെക്ഷൻസ് ആയി. നിലവിൽ വരുമ്പോഴാണ് കേട്ടോ 124 ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രയൊന്നും ഇല്ല, കുറെയൊക്കെ മേർജ് ചെയ്ത് ചിലതിന് പ്രാധാന്യം ഇല്ലാതായി മാറി. ഇപ്പൊ ഒരു 118 119 ആക്റ്റീവ് ഉള്ളൂ. എങ്കിലും അമെന്റ്മെന്റ് ആക്ട് നിലവിൽ വരുമ്പോൾ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എത്രയാണ്? 124 ചാപ്റ്റേഴ്സ് ആണ്. ദെൻ 2 ഷെഡ്യൂളുകൾ, 4 ഷെഡ്യൂളുകൾ മേർജ് ചെയ്ത് 2 ആക്കി. പുതിയതായിട്ട് 4 പാർട്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇത്രയാണ് ഇതിന്റെ സ്ട്രക്ചർ. IT അമെന്റ്മെന്റ് ആക്ടിൽ 14 ചാപ്റ്റേഴ്സ്, 124 സെക്ഷൻസ്, 2 ഷെഡ്യൂൾസ്, 4 പാർട്സ്. കിട്ടിയല്ലോ. ഇനി അമെന്റ്മെന്റ് ആക്ട് നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ പ്രതിഭ പാട്ടീലാണ്. അമെന്റ്മെന്റ് ആക്ട് നിലവിൽ വരുമ്പോൾ ആരാണ്? പ്രതിഭ പാട്ടീലാണ് പ്രസിഡന്റ്. അതേപോലെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ ഈ അമെന്റ്മെന്റ് ആക്ട് മെയിൻ ആയിട്ടും എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിലാണ്. ശ്രദ്ധിച്ചോണം. കാരണം സൈബർ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ഡേറ്റ ചോർച്ചയാണ്. ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ ചോർച്ചയാണ്. അതുകൊണ്ട് തന്നെ IT അമെന്റ്മെന്റ് ആക്ട് മെയിൻലി ഫോക്കസ് ഓൺ ഡാഷ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചു, IT അമെന്റ്മെന്റ് ആക്ട് പ്രധാനമായിട്ടും എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? എന്തിനാണ്? ഇൻഫർമേഷൻ സെക്യൂരിറ്റിക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതേപോലെ കണക്ട് ചെയ്ത് പഠിക്കണം. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. അറിയാലോ, ഒരു വ്യക്തിക്ക് ഓൺലൈനായിട്ട് കിട്ടുന്ന ഒരു ഓതന്റിക്കേഷൻ ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. ഇന്ത്യയിൽ ഡിജിറ്റൽ സിഗ്നേച്ചറിന് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുത്ത നിയമം എന്ന് ചോദിച്ചാൽ അത് IT അമെന്റ്മെന്റ് ആക്ട് ആണ്. ശ്രദ്ധിച്ചോണം, ഇന്ത്യയിൽ ഡിജിറ്റൽ സിഗ്നേച്ചറിന് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുത്ത നിയമം ഏതാണ്? IT അമെന്റ്മെന്റ് ആക്ട് ആണ്. അത്രയും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സൈബർ സെക്യൂരിറ്റി നയം പുറപ്പെടുവിക്കുന്നത് 2013 നയം എന്ന് പറയാറിയാലോ, മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈബർ സെക്യൂരിറ്റി പോളിസി, ആദ്യത്തെ സൈബർ സുരക്ഷാ നയം പ്രഖ്യാപിച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 2013 അന്ന് പഠിച്ചോണം കേട്ടോ. ഇപ്പൊ തന്നെ 2019 20 പുതിയ നയമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ആദ്യമായിട്ട് ഒരു സൈബർ സെക്യൂരിറ്റി നയം പ്രഖ്യാപിച്ച 2019 അത്രയും കാര്യങ്ങൾ ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക. ഇനി കുറെ കോമൺ GK ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പരീക്ഷകൾ സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. സിമ്പിൾ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി എവിടെ സ്ഥാപിതമായി? ന്യൂഡൽഹി. ശ്രദ്ധിച്ചോണം, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി എവിടെ സ്ഥാപിതമായി എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ എവിടെ സ്ഥാപിച്ചു? മുംബൈയിൽ. ശ്രദ്ധിച്ചോണം, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ എവിടെ സ്ഥാപിച്ചു? മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ സ്ഥാപിക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് 2 റെക്കോർഡുകളുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന എവിടെ ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ യൂണിവേഴ്സിറ്റി എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അതേപോലെ എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന റെക്കോർഡും മഹാരാഷ്ട്രയ്ക്കാണ്. രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചതാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചതാണ് മഹാരാഷ്ട്ര. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ ബംഗളൂരുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ബംഗളൂരു. ദെൻ ലോകത്ത് ആദ്യമായി ഒരു സൈബർ ക്രൈം ആരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ ജോസഫ് മേരി ജാക്വിഡ്. ഒരുപാട് വർഷം മുമ്പാണ്, 1870 കാലഘട്ടത്തിലാണ്, ഫ്രാൻസിലാണ്. അപ്പോൾ ലോകത്ത് ആദ്യമായ ഒരു സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്വിഡ്. അപ്പൊ ഇത്രയുമാണ് രണ്ടാമത്തെ ഫേസിൽ പഠിക്കേണ്ടത്. കിട്ടിയല്ലോ, വളരെ ഈസിയാണ്. IT അമെന്റ്മെന്റ് ആക്ട് പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ 2008 ഡിസംബർ 23. IT അമെന്റ്മെന്റ് ആക്ട് നിലവിൽ വന്നു ചോദിച്ചാൽ 2009 ഒക്ടോബർ 27. IT അമെന്റ്മെന്റ് ആക്ട് നിലവിൽ വരുമ്പോൾ അതിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? 14 ചാപ്റ്റേഴ്സ്. പുതിയതായിട്ട് വന്ന ചാപ്റ്റർ ഏതാണ്? 12A എന്ന് പറയുന്ന ചാപ്റ്റർ. എത്ര സെക്ഷൻസ് ഉണ്ടായിരുന്നു? 124 സെക്ഷൻസ്. എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു? 2 ഷെഡ്യൂൾസ്. എത്ര പാർട്സ് ഉണ്ടായിരുന്നു? 4 പാർട്സ്. IT അമെന്റ്മെന്റ് ആക്ട് മെയിൻ ആയിട്ട് എന്തിലാണ് ഫോക്കസ് ചെയ്തത്? ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ. ഇന്ത്യയിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുത്ത നിയമം ഏതാണ്? IT അമെന്റ്മെന്റ് ആക്ട് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ സുരക്ഷാ നയം പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 2013. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി എവിടെ സ്ഥാപിതമായി? ന്യൂഡൽഹിയിൽ. ആദ്യത്തെ സൈബർ കഫേ എവിടെയാണ്? മുംബൈയിൽ. ആദ്യത്തെ സൈബർ യൂണിവേഴ്സിറ്റി എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ബാംഗ്ലൂർ. ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ചെന്നൈ. ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബ് എവിടെയാണ്? ത്രിപുര. അതേപോലെ ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി സൈബർ തീവ്രവാദ കേസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ആസാം.
അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ദിനം എന്നാണ് November 30. അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ദിനം എന്നാണ് November 30. ഇന്ത്യയിൽ ആദ്യമായി ഒരു സൈബർ ക്രൈം ആരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു? ആരിഫ് അസീം. അതേപോലെ ലോകത്ത് ആദ്യമായി ഒരു സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്വേഡ്. ഫ്രാൻസിലാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ സൈബർ നിയമങ്ങളെ കുറിച്ച് ഒരു ബേസ് ആയിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത മുഴുവൻ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദിച്ചുള്ളതാണ്. ഇതറിയാമെങ്കിൽ അത്യാവശ്യം ഏതൊരു പരീക്ഷയിലും സൈബർ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനപരമായ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ക്ലാസ് കൃത്യമായി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെക്ഷൻസ് ഓഫ് ഐ ടി ആക്ടിലെ പ്രധാനപ്പെട്ട സെക്ഷൻസും പണിഷ്മെന്റും ഒക്കെ പഠിക്കാം. അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്